വരാം ഒരു കോൾ ഉണ്ട്. ഹലോ മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ വിജയലക്ഷ്മി. എവിടുന്ന് വിളിക്കുന്നു മാം? പാലക്കാട്. വിജയലക്ഷ്മി എന്റെ പേര്. ഓക്കെ ഡോക്ടർ സംസാരിച്ചോളൂ. ഡോക്ടർ, ഞാന് കുറച്ച് ദിവസം എന്നെ ജന്മനാള് മൂത്ത കുട്ടി കുറച്ച് മെന്റലി റിട്ടാർഡാണ്. അവളിപ്പോ 25 വയസ്സായി. അപ്പൊ അവള് ജനിച്ച ഞാൻ നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത സ്പെഷ്യൽ സ്കൂളൊക്കെ ചേർത്തിയല്ല പഠിപ്പിച്ചൊക്കെ കുറച്ച് അവള് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രെസ് അനുഭവിച്ച ജീവിതത്തില്. ഇപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്നോടൊന്ന് കുറച്ച് ഒച്ചയില് സംസാരിക്കും. ഞാൻ ആരോടെങ്കിലും എനിക്കാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ചെസ്റ്റിൽ ഭയങ്കര വീക്ക്നെസ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ 2 ദിവസം കിടക്കായിരിക്കും. ഇപ്പൊ അധികമായി വരുന്നു. അതിനെന്താ ചെയ്യാൻ? നെഞ്ചത്തുണ്ടാകുന്ന തിക്കുമുട്ടൽ പോലത്തെ ഫീലിംഗ് ഇല്ലേ? ഒരുമാതിരി ഒന്നുമില്ലാത്തമാരെ അനുഭവം. നെഞ്ചത്താണോ കൂടുതൽ ഫീൽ ചെയ്യുന്നത്? സാർ, നെഞ്ചത്താണോ വിമിഷ്ടം വരുന്നത് കൂടുതലായിട്ട്? ആകെ ഒരു വിഷമം, മാനസികമായിട്ടും ശരീരം അങ്ങനെ തളർന്നു പോകും. അത് ഗൗരവമായ പ്രശ്നമല്ല. നമ്മുടെ മനസ്സിന് പ്രയാസം വരുമ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ചർച്ച പറഞ്ഞ പോലെ ഞാൻ കുറച്ച് അവിടെ ബാംഗ്ലൂരായിരുന്നു, രാമയ്യ കോളേജിലും മറ്റേ സെന്റ് ജോൺ കാണിച്ച് മരുന്ന് കഴിച്ചിരുന്നു. അവര് പറഞ്ഞ എന്തോ ഒരു കെമിക്കലിന്റെ വ്യത്യാസം വരുന്നതായിരിക്കും. ഇപ്പൊ നെർവ്സ് ഒക്കെ ഭയങ്കര വേദന വരുന്നു. കെമിക്കലിന്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്നതല്ല, ടെൻഷൻ കൊണ്ടുണ്ടാകുന്നതാ കേട്ടോ. ടെൻഷൻ, നമ്മുടെ മനസ്സിന് ഓരോ ടെൻഷൻ വരുമ്പോ നമ്മുടെ ബോഡി കാണിക്കുന്ന ഓരോ പ്രതികരണ രീതികൾ എന്നുള്ളതേ ഉള്ളൂ. അല്ല വലിയ രോഗമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേട്ടെടുത്തോളൂ. നമുക്കത് റിലാക്സ് ചെയ്യിക്കാനായിട്ട് ഇപ്പം പഠിപ്പിക്കാമെങ്കിൽ വിജയലക്ഷ്മിക്ക് മരുന്ന് കഴിക്കുന്നത് സ്വന്തം റിലേഷൻ താഴെയുള്ളതായാലും അതിന് ഭ്രാന്താണ്. ഭ്രാന്തൊന്നുമല്ല, ഇതൊന്നും ഭ്രാന്തൊന്നുമല്ല. ഇതൊക്കെ ഭ്രാന്താണ്, നമുക്ക് എല്ലാവർക്കും ഭ്രാന്തുണ്ടെന്ന് അർത്ഥം കേട്ടോ. ഇതൊന്നും ഭ്രാന്തൊന്നുമല്ല, ഇതൊക്കെ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന സിംറ്റംസാ. ഒത്തിരി ആളുകൾക്ക് ഇതുപോലത്തെ ലക്ഷണങ്ങളുണ്ട്. ഇപ്പൊ കുടുംബത്തിലായാലും പുറത്തുള്ളവരോടൊക്കെ സ്വന്തം അവരെന്നെ ഭ്രാന്താണ് ഒരിക്കലും അല്ല. ഇതൊന്നും ഭ്രാന്തല്ല. ഭ്രാന്ത് എന്താണെന്ന് അറിയത്തില്ല അവർക്ക്. അതുകൊണ്ടാ ഭ്രാന്തിനെ പറ്റി അവർ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവരങ്ങനെ പറയുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് കാര്യമാക്കണ്ട കേട്ടോ. വിജയലക്ഷ്മിക്ക് ടെൻഷൻ കുറയ്ക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്ക് ചെയ്യാമെങ്കിൽ ഗുളിക എന്നും കഴിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഒരു നല്ല മനഃശാസ്ത്രജ്ഞനെ കാണാമെങ്കിൽ ടെൻഷൻ കുറയ്ക്കുന്ന ടെക്നിക്കൊക്കെ പറഞ്ഞുതരും. അത് ചെയ്തുകൊണ്ടിരുന്നാൽ റിലാക്സ് ആയിക്കോളൂ. മനസ്സിനെ റിലാക്സ് ചെയ്ത് നമ്മുടെ മനസ്സിനെ എങ്ങനെയാ റിലാക്സ് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഒരു നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ കൗൺസിലിംഗ് ഒക്കെ എടുക്കാമെങ്കിൽ ബെറ്റർ ആയിക്കോളും. അതുകൂടാതെ സപ്പോർട്ടും വേണം. ഇതുപോലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും മനപ്രയാസം വന്നുപോയി അതെല്ലാം ഭ്രാന്താന്ന് പറഞ്ഞു. ഞാനും മനസ്സിയൊരു വയ്യാത്ത കുട്ടിയും കൂടെ ഒറ്റയ്ക്കാ വീട്ടിൽ താമസിക്കുന്ന, നാട്ടിൽ വന്ന് സെറ്റിൽ ആയതാ. കാരണം ഈ ബുദ്ധിമാന്യതയുള്ള ഒരു കുട്ടി ഓപ്പോസിറ്റ് ആകുന്നുണ്ട്. എല്ലാം കൂടെ എനിക്കറിയാം വിജയലക്ഷ്മിയുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ബുദ്ധിമാന്യതയുള്ള ഒരു കുട്ടിയായിട്ട് ഇടപെടുന്നത് തന്നെ നമുക്കൊരു സ്ട്രെസ് ആണല്ലോ. അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ സ്ട്രെസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല. ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ധൈര്യമായിരിക്കും. ഒരു മനഃശാസ്ത്രജ്ഞനെ കൂടെ കണ്ടു. കഴിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് എനിക്കിപ്പോ പറ്റുന്നില്ല തീരെ. ആരും ഇന്നലെ തന്നെ പെട്ടെന്ന് ഒരാട്ടോ വന്ന് 2-3 കള്ളുകൂടിയന്മാര് വീടിന്റെ മുമ്പിൽ ഇറങ്ങി. അത് അങ്ങനെയൊന്നും നേരിടാനുള്ള ധൈര്യം കിട്ടുന്നില്ല. കുഴപ്പമില്ല, ഒന്നും വിഷമിക്കേണ്ട. ഇത് മാറ്റിയെടുക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ടാട്ട്. ഗുളിക മാത്രം കഴിച്ചോണ്ടിങ്ങനെ ഇരിക്കാതെ ഗുളികയും കഴിച്ചോണ്ടിങ്ങനെ ഇരിക്കാതെ ഈ ടെൻഷൻ കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള ടെക്നിക്കൊക്കെ അവർ പറഞ്ഞു തരും. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടാട്ട്. മെഡിക്കൽ കോളേജിലുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടാട്ട്. ഒന്നുമില്ല, വിഷമിക്കണ്ട കേട്ടോ. മനോരോഗം ഒന്നുമില്ല, ഞാൻ പറഞ്ഞിരിക്കുന്നു. ധൈര്യമായിരിക്കും. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. മെഡി ടോക്കിൽ ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക്. മെഡി ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വിഷയം മാനസിക പ്രശ്നങ്ങളും മനഃശാസ്ത്ര ചികിത്സയുമാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ജോസഫ് ഐസക്. ഡോക്ടർ, എനിക്ക് ആദ്യം തന്നെ ഇനി ചോദിക്കാനുള്ള കാര്യം, ഡോക്ടറിൻ്റെ 2 പുസ്തകങ്ങൾ ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഡോക്ടർ ഒരു പങ്ക്തിക്ക് കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ഭ്രാന്താക്കുന്ന ചികിത്സ എന്നാണ്. അത് വളരെ കൗതുകമുണർത്തുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നി. എന്താണ് ഡോക്ടർ അങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാനുള്ള കാരണം? അതെ, ഞാൻ പിന്നെ 2ാമത് എഴുതിയ പുസ്തകമാണ് ഈ ഭ്രാന്താക്കുന്ന ചികിത്സ. അതായത് നമ്മുടെ ആശുപത്രികളിൽ, ഈ മാനസിക രോഗ ആശുപത്രികളിൽ മാനസിക വിഷമങ്ങളുമായിട്ട് വരുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വരുമ്പോഴേ ഇവരെ എല്ലാം ഒരു തരത്തിൽ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഭ്രാന്ത്, ഇവർക്കെല്ലാം എന്തോ മെൻ്റൽ ഡിസീസ് ഉള്ളവരായിട്ട് നോക്കിക്കാണുന്നുണ്ട്. ചെറിയ ടെൻഷൻ വരുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവർ വരുന്നവരുണ്ട്, തലവേദന വരുന്നവരുണ്ട്, പരീക്ഷാഭയം വരുന്നവരുണ്ട്. ഇങ്ങനെ പല പല പ്രശ്നങ്ങളുള്ളവർ വരും. ജീവിത പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്ന അനേകം മനുഷ്യരുണ്ടല്ലോ. ഇവർ വരുമ്പോൾ ഇവരെയെല്ലാം
ഒരു പിന്നെ രോഗിയായിട്ട് മുദ്ര കുത്തപ്പെടുന്ന ഒരു അവസ്ഥ വിശേഷമുണ്ട്. അതിനൊരു പ്രധാന കാരണം നമ്മുടെ നാട്ടിലെ ഈ സൈക്യാട്രി ലോപ്പിൽ വന്നു കഴിയുമ്പം ഇവരെ എല്ലാം ഒരു തരത്തിൽ മരുന്ന് കുറിച്ച് കൊടുത്ത് ഇങ്ങനെ വിടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അത് വലിയൊരു തെറ്റായ ഒരു മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഒരു മാനസിക പ്രശ്നമുള്ളവരെല്ലാം വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിവിധ വ്യക്തിത്വമുള്ളവരാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ ഒറ്റയടിക്ക് എല്ലാവരെയും മരുന്ന് കൊടുത്തു വിടുന്ന ഒരു OP ആണ് നമുക്ക് സൈക്യാട്രി OP കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും മരുന്ന് കഴിക്കേണ്ട രോഗികളല്ല, അവരൊക്കെ പല പല ജീവിത പ്രശ്നങ്ങളുള്ള. അപ്പോൾ അവർ കൗൺസിലിങ്ങും ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ അവരിന് വേണ്ട. ചുരുക്കം ചില രോഗികൾക്കാണ് ഈ മരുന്ന് വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ ഗുളിക കുറിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളെല്ലാം മനുഷ്യർ ധരിക്കുന്നത് ഇവർക്കെന്തോ മാനസിക രോഗമുണ്ട് എന്ന് ധരിക്കാൻ നിർബന്ധിതമാവും. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇപ്പം അവളുടെ കല്യാണമൊന്നും നടക്കത്തില്ല, പിന്നെ സൈക്യാട്രിസ്റ്റിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ രോഗി എന്ന് ധരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു രോഗമില്ല, അതൊരു അതിശോക്തി കലർന്ന ഒരു വ്യാഖ്യാനമാണ് ഈ രോഗം 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 എന്ന് പറയുന്നത്. ഒരാൾ യാഥാർത്ഥ്യവുമായി ബ്രേക്ക് ചെയ്ത് പെരുമാറുന്നതിനെയാണല്ലോ നമ്മൾ ഈ സ്വഭാവത്തിൽ വരുന്ന വൈകല്യത്തെയാണല്ലോ നമ്മൾ ഈ രോഗം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ കവിഞ്ഞ ഒരു അർത്ഥം കൊടുത്തിട്ട് ഇത് പാരമ്പര്യ രോഗമാണെന്നും തലച്ചോറിൻ്റെ എന്തോ രാസവ്യതിയാനം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ അന്ധവിശ്വാസങ്ങൾ ശാസ്ത്രത്തിൻ്റെ ലേബൽസിൽ അല്ലെങ്കിൽ മുദ്രയായിട്ട് വന്ന് അനേകം പേർക്ക് ദോഷം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഭ്രാന്താക്കുന്ന ചികിത്സ, ഭ്രാന്ത് മാറ്റുന്ന ചികിത്സ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഇത് ഭ്രാന്താക്കുന്ന ഒരു മുദ്രയാക്കി മാറുന്നല്ലോ എന്നുള്ളതുകൊണ്ട് വളരെ ചിന്തിച്ചതിന് ശേഷം ഞാൻ കൊടുത്ത തലക്കെട്ടാണ് അത് ഭ്രാന്താക്കുന്ന ചികിത്സ. അത് വളരെയധികം ജനങ്ങൾ ശ്ലാഘിച്ചു. എൻ്റെ ഇഷ്ടപ്പെട്ടു. എല്ലാ പുസ്തകം നല്ലപോലെ വിറ്റഴിക്കുകയും ചെയ്തു. 7 മാസം കൊണ്ട് 2000 കോപ്പി വിറ്റഴിഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല പ്രോത്സാഹനമായിരുന്നു ജനങ്ങളിൽ എനിക്കത് കിട്ടിയത്. ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഇത് ഇവിടുന്നാണ്, വയനാട്ടിൽ നിന്ന് നീതുവാണ്. ഓക്കെ, ഡോക്ടർ സംസാരിച്ചു. വയനാട്. ഡോക്ടർ പറഞ്ഞോളൂ നീതു, പറഞ്ഞോളൂ. എന്റെ അനിയത്തിക്ക് വേണ്ടിയാണ്. അവക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇത്ര ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അടിക്കുകയൊക്കെ ചെയ്യും. എത്ര വയസ്സുണ്ട് അവക്ക്? 24 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. വല്ലാതെ ദേഷ്യം വന്നാൽ അടിക്കും. അടിക്കും. രാത്രിയിലെ ഉറക്കം കുറവാണ്. ഭയങ്കര വഴക്കൊക്കെയാണ്. എല്ലാരെയും അടിക്കുന്നാണോ പറഞ്ഞത്? എന്തോ? വീട്ടിലുള്ള എല്ലാരെയും അടിക്കുമോ? വീട്ടിലുള്ള എല്ലാരില്ല, ഹസ്ബൻഡായിട്ട് വഴക്കാണെങ്കിൽ ആരുമായിട്ടാണ് അവർക്കിട്ട് അടിക്കുകയൊക്കെ. ആരാണോ പുള്ളിക്കാരത്തെ വിഷമിപ്പിക്കുന്നത് അവരെ ചെയ്യത്തുള്ളൂ, ഇല്ലയോ? അതെ, പുറത്തുള്ളവരൊക്കെ മാന്യമായി പെരുമാറുവോ? പുറത്തുള്ളവരുമായിട്ട് പെരുമാറും. അപ്പൊ അത് വലിയ ഗൗരവമായ കേസ് കേട്ടല്ല കേട്ടോ. അതായത് പുറത്തുള്ളവരുടെ മാന്യമായി പെരുമാറാൻ കഴിയുന്നു, പക്ഷെ വീട്ടിലുള്ളവരോടും അതുപോലെ തന്നെ അടുത്തിടപെടുന്നവരോടും പുള്ളി ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളോടും കാണിക്കുന്ന ഒരു പ്രതികരണമാണ് അത്. അതൊരു പക്ഷെ അവർ ആ കുട്ടിക്ക് വ്യക്തിത്വത്തിൽ എന്തെങ്കിലും തകരാറുകൾ കാണും. അത് കുട്ടിക്കാലം മുതലേ വന്നു ചേർന്നതാകാം. ചിലപ്പോൾ കുട്ടിക്കാലത്തുള്ള എന്തെങ്കിലും ജീവിത ചുറ്റുപാടിൽ നിന്നുണ്ടായിട്ടുള്ള തെറ്റായ എന്തെങ്കിലും മോഡൽ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ അബോധ മനസ്സിൽ തന്നെ എന്തെങ്കിലും സംഘർഷം ഉള്ളത് കൊണ്ടോ അങ്ങനെ വരാം. അബോധ മനസ്സിലെ എന്തെങ്കിലും സംഘർഷമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പ്രതികരിക്കാം, വയലന്റ് ആയിട്ട് പ്രതികരിക്കാം. അതുകൊണ്ട് എന്താണ് അവരുടെ ആ കുട്ടിയുടെ വൈകാരികമായ പ്രശ്നം എന്നുള്ളത് നമുക്ക് പഠിക്കണം. അതിനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അത് പഠിക്കണമെങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. ഇപ്പൊ മനഃശാസ്ത്രത്തിൽ പരിശോധനകളൊക്കെ ഉണ്ട്, അതൊക്കെ നടത്തി ആ കുട്ടിയെ പഠിക്കാൻ പറ്റും. ഹിപ്നോസിസ് ഒക്കെ നടത്തി പഠിക്കാൻ പറ്റും, നേരിട്ട് സംസാരിച്ച് പഠിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള മനഃശാസ്ത്ര സമീപനങ്ങളുടെ ആ കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ ഊളിയിട്ട് ഇറങ്ങിച്ചെന്ന് അത് പഠിച്ചിട്ട് ആ പ്രശ്നത്തിൽ എവിടെയാണോ തകരാറെന്ന് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യണം. ചിലപ്പോൾ ചെറിയ ഡിഫൻസിലുള്ള തകരാറായിരിക്കും, ഡിഫൻസ് മെക്കാനിസം ഒക്കെ എന്തെങ്കിലും തകരാറിലായാലും അങ്ങനെ വരാം. അപ്പൊ നമ്മളത് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്ന വിഷയമാണ്, വിശകലനത്തിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണ്. അല്ലെ പെട്ടെന്നൊരു ഹ്രസ്വമായ ഒരു ചോദ്യോത്തരം കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റില്ല കേട്ടോ. അത് നല്ല പരിഹാരമുണ്ട്, ഒന്നും വിഷമിക്കാനില്ല. ഓക്കെ, താങ്ക് യു മാം.